പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ചയിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമചന്ദ്ര സഹോദരൻ ലക്ഷ്മണൻ അതിവേഗം ആശ്രമദ്വാരത്തിലെത്തി. അവിടെ നിൽക്കുന്ന അഗസ്ത്യ ശിഷ്യനോട്, മുനികുമാര, ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രൻ ശ്രീരാമൻ ഭഗവാനെ ദർശിക്കുവാൻ പത്നി ജാനകീദേവി ഒന്നിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രിയനും എപ്പോഴും ഹിതകർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരനും ഭക്തനുമായ അനുജൻ ലക്ഷ്മണനാണ്. പിതൃവാക്യ സംരക്ഷണത്തിനു വേണ്ടി അതിഭയങ്കരമായ അരണ്യവാസം ചെയ്യുന്നു. ഭഗവത് ദർശനകാംക്ഷികളായി ഞങ്ങൾ വന്നിട്ടുണ്ടെന്നും അനുവാദത്തിന് കാത്തു നിൽക്കുകയാണെന്നും സമയോചിതം അറിയിക്കൂ എന്ന് പറഞ്ഞു. സൗമിത്രിയുടെ വാക്കുകൾ കേട്ട തപോധനൻ അങ്ങനെയാകാം എന്ന് വിനീതനായി പറഞ്ഞു. അഗ്നിഗൃഹത്തിലിരിക്കുന്ന ആചാര്യരുടെ സവിധത്തിലേക്ക് ചെന്നു. തപസ്സുകൊണ്ട് ജാജുല്യമാനനായിരിക്കുന്ന മുനീശ്വരനെ താണു തൊഴുത് സമീപിച്ച ശിഷ്യൻ, ഭഗവാനെ, ദശരഥനന്ദനായ രാമൻ പത്നി സീതയോടും അനുജൻ ലക്ഷ്മണനോടും കൂടി അവിടുത്തെ ദർശിക്കുവാനും സേവിക്കുവാനും വന്നു നിൽക്കുന്നുണ്ട്. പരന്ധവനായ രാജകുമാരൻ എന്താണ് വേണ്ടത് എന്ന് അരുളി ചെയ്യണമേ. ശ്രീരാമചന്ദ്രനും സൗമിത്രിയും സൗഭാഗ്യവതീ സീതാദേവിയും ആശ്രമദ്വാരത്തിൽ എത്തിയിട്ടുണ്ടെന്ന വർത്തമാനം ശിഷ്യൻ പറഞ്ഞപ്പോൾ അഗസ്ത്യർ പെട്ടെന്ന്, ഭാഗ്യം, മഹാഭാഗ്യം, അനേകകാലമായി കൊതിച്ചുകൊണ്ടിരുന്നത് ലഭിച്ചു. രാമൻ എന്നെ കാണുവാൻ വന്നിരിക്കുന്നു. അതിവേഗം ചെന്ന് യഥാവിധി സ്വീകരിച്ച് അർഘ്യപാദാദികൾ നൽകൂ. സഹധർമ്മിണിയോടും സഹജനോടും കൂടിയ മഹാപ്രഭുവിനെ ഉടനെ കൊണ്ടുവരൂ. രാമനാണ് വന്നതെന്ന് അറിഞ്ഞ ഉടനെ കൊണ്ടുവരുവാൻ തോന്നാത്തതെന്തേ? എൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ തോന്നേണ്ടതായിരുന്നു. ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഇതാ എത്തിക്കഴിഞ്ഞു. തൊഴുതു നമസ്കരിച്ച ശിഷ്യൻ ധൃതിയോടെ പുറത്തിറങ്ങി. വെമ്പലോടെ ലക്ഷ്മണനോട്, കുമാര, രാമൻ എവിടെയാണ്? യഥേഷ്ടം അകത്തേക്ക് വരാമല്ലോ, ഗുരുവരൻ കാത്തുകൊണ്ടിരിക്കുന്നു. ശിഷ്യനും ഒന്നിച്ച് ലക്ഷ്മണൻ ആശ്രമദ്വാരത്തിൽ നിൽക്കുന്ന സീതാസമേതനായ കാകുത്സനെ കാണിച്ചു കൊടുത്തു. അഗസ്ത്യ ശിഷ്യൻ അതിവിനയത്തോടെ ആചാര്യവാക്യം പറഞ്ഞുകൊണ്ട് അടുത്തു ചെന്നു. പൂജാർഹനായ രഘുവരനെ സശ്രദ്ധം ഉപചാര പൂജാദികൾ ചെയ്ത് സാദരം ആശ്രമാന്തർഭാഗത്തിലേക്ക് ആനയിച്ചു. രഘുവംശരത്നമായ ദാശരഥി ജാനകീദേവിയോടും സൗമിത്രിയോടും കൂടി ശാന്തങ്ങളായ മൃഗങ്ങൾ വിഹരിക്കുന്ന ആശ്രമത്തെ എത്ര നോക്കിയിട്ടും മതിയാവാത്ത മട്ടിൽ ശിഷ്യനൊന്നിച്ച് അഗ്നിഗൃഹത്തിലേക്ക് കടന്നു. അവിടെ ബ്രഹ്മാവ്, അഗ്നി, മഹാവിഷ്ണു, ദേവേന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, മഹാദേവൻ, കുബേരൻ, ദാതാവ്, വിധാതാവ്, സർവവ്യാപിയായ വായു, പാശധാരിയായ മഹാത്മാ വരുണൻ, ശ്രീ സുബ്രഹ്മണ്യൻ, ഗായത്രി ദേവി, അഷ്ടവസുക്കൾ, നാഗരാജാവും മഹാത്മാവുമായ അനന്തൻ, ധർമ്മരാജാവ് എന്നിവർക്ക് യഥാർഹം യഥാവിധി നിശ്ചയിച്ച സ്ഥാനങ്ങൾ ദേവദേവനായ രാമചന്ദ്രൻ കണ്ടു. ശിഷ്യന്മാരാലും മുനീന്ദ്രന്മാരാലും ആവൃതനായ ഭഗവാൻ അഗസ്ത്യർ രഘുരാമനെ എതിരേൽക്കുവാൻ തയ്യാറായി. തേജോധാമമായ അഗസ്ത്യരെ കൗസല്യനന്ദനൻ കണ്ടു. എല്ലാ ലക്ഷണങ്ങളാലും ശ്രീ വഴിയുന്ന ലക്ഷ്മണനോട് പുരുഷോത്തമൻ, കുമാര, ഭഗവാൻ ഇതാ സ്വയം നമ്മുടെ സമീപത്തിലേക്ക് വരുന്നു. അപരിമേയ തേജസ്സുകൊണ്ട് ബ്രഹ്മർഷി വര്യനെ ഞാൻ സ്വയം അറിഞ്ഞു കഴിഞ്ഞു. മഹാബാഹുവായ ശ്രീരാമൻ ഇത്രയും പറഞ്ഞ് മാമുനീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സഹോദരനോടും പത്നിയോടും ഒന്നിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുതുകൊണ്ട് നിന്നു. യഥാവിധി പദ്യാസനാദികൾ നൽകി പൂജിച്ച് അതിഥികളെ ഇരുത്തിയ ഭഗവാൻ ഹോമം ചെയ്തതിനു ശേഷം അർഘ്യമേകി അല്പസമയം കണ്ണടച്ചിരുന്നു. ധർമ്മവിത്തായ ഋഷീന്ദ്രൻ വിനയാന്യുതനായി തൊഴുതുകൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രന് നൽകിയ ഭോജ്യം വനവാസോചിതമായിരുന്നു. രാമ, ഹോമിച്ച് അർഘ്യം നൽകിയിട്ടാണ് അതിഥി പൂജ ചെയ്യേണ്ടത്. ഒരു മഹർഷി അങ്ങനെയല്ലാതെ ആചരിച്ചാൽ കള്ളസാക്ഷി പറഞ്ഞവനെ പോലെ പരലോകത്തിൽ സ്വന്തം മാംസം ഭക്ഷിക്കേണ്ടി വരും. ധർമ്മചാരിയും മഹാരഥനും പൂജ്യനും മാന്യനുമായ ഭവാൻ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവാണ് എന്നെനിക്കറിയാം. അങ്ങ് എൻ്റെ അതിഥിയായി വന്നു ചേർന്നുവല്ലോ. ഭഗവാൻ അഗസ്ത്യൻ ഇപ്രകാരം അരുളി ചെയ്ത് പുഷ്പം, കായ്, കനി തുടങ്ങിയവയാൽ ഇഷ്ടം പോലെ സൽക്കരിച്ചു. വീണ്ടും, രാമ, സുവർണരത്നാലങ്കൃതവും അത്യുഗ്രവുമായ വൈഷ്ണചാപം ഒന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. വിശ്വകർമാവാണത് നിർമ്മിച്ചത്. അമോഘവും അതിശ്രേഷ്ഠവും ഭാസ്കരദേവതുല്യവും വിധാതാവിനാൽ ദത്തവുമായ ഒരു ബാണവും ഇതാ. മാത്രമല്ല, ആളിക്കത്തുന്ന അഗ്നി പോലെയുള്ള കൂരമ്പുകൾ, ഒടുങ്ങാത്ത 2 ആവനാഴികളും പൊന്നുറയിൽ പൊൻപിടിയാർന്ന കരവാളും ഇതാ. പരന്തവനായ രാമ, അമേയശക്തരായ അസുരന്മാർ എതിർത്തപ്പോൾ വൈകുണ്ഠനാഥൻ മഹാവിഷ്ണു ദേവപക്ഷത്തു ചേർന്ന് ഉഗ്രസമരം നടത്തി. അന്ന് ദേവദേവൻ ഈ ചാപവും തുണീരങ്ങളും അമ്പും വാളും പ്രയോഗിച്ചു. ഈ വില്ലിൽ നിന്ന് പുറപ്പെട്ട ശരങ്ങൾ അസുരന്മാരെ തളർത്തി. ദേവന്മാർ വിജയിച്ചു. സജ്ജനോപദ്രവികളായ ഘോരന്മാരെ വിജയിക്കുവാൻ അങ്ങ് ഇവയെ ദേവേന്ദ്രൻ വജ്രത്തെ എന്ന പോലെ സ്വീകരിക്കൂ. ഭഗവാൻ സസ്നേഹം ഇപ്രകാരം അരുളി ചെയ്ത് ആ ദിവ്യായുധങ്ങളെ ലോകപാലകനായ ശ്രീരാമചന്ദ്രന് നൽകി വീണ്ടും തുടർന്നു.
ഭരികതുല്യങ്ങളായ ബാഹുക്കളോട് കൂടിയ രാമ, സീതാലക്ഷ്മണ സമേതനായി സസുഖം ഉറങ്ങൂ. സൂര്യൻ അസ്തമിച്ചു. മൃഗപക്ഷി സമൂഹങ്ങൾ അടങ്ങി. നിശാസഞ്ചാരികളായ ജീവികൾ പുറത്തിറങ്ങി തുടങ്ങി. യഥേഷ്ടം പാറിപ്പറന്ന് വിഹരിച്ചിരുന്ന വിഹകങ്ങൾ മാമരക്കൊമ്പിൻ കോടരങ്ങളിൽ അണഞ്ഞ് നിശബ്ദരായി തീർന്നു. കനത്ത കൂരിരുട്ടിനെ ആകാശത്തിലും ഭൂമിയിലും നിശാദേവി വ്യാപിപ്പിച്ചു കഴിഞ്ഞു. മഹാത്മാവായ അഗസ്ത്യ ബ്രഹ്മഋഷിയുടെ വാക്കുകൾ കേട്ട കാകുത്സ്ഥൻ സ്വയം സന്ധ്യാവന്ദനാദികൾ ചെയ്തു. അനുജനോടുകൂടി ഋഷീന്ദ്രനെ അഭിവാദ്യം കഴിച്ച് സുഷുപ്തിയിലാണ്ടു. മുനീശ്വര സത്തമൻ്റെ പൂജയേറ്റ ദശരഥനന്ദനന്മാർ ഏറ്റവും സംതൃപ്തരായിട്ടാണ് ആ നിശ കഴിച്ചത്. കനകക്കുതിരകൾ വാരി വിതറുന്ന ചണ്ഡകിരണൻ ഉദയാദ്രി പൂകിയപ്പോൾ പൂർവാന കൃത്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഹോമാദികൾ ചെയ്ത് ശ്രീരാമചന്ദ്രൻ അനുജനോടും സീതയോടും കൂടി സൂര്യസന്നിഭനായ അഗസ്ത്യരുടെ സമീപത്ത് വന്നു. അമേയാത്മാവായ രഘുവരൻ തൊഴുതു നിൽക്കുന്നത് കണ്ട ഉഗ്രതപ ശ്രീമാൻ അതിഥി പൂജാദികൾ സ്വാതരം നിർവഹിച്ച് ചോദിച്ചു: രാമ, സഹധർമ്മിണിയോടും സഹോദരനോടും കൂടിയ അങ്ങേക്ക് രാത്രി സുഖമായില്ലേ? എൻ്റെ ഈ ആശ്രമം അങ്ങേക്ക് ശുഭം ഏകിയില്ലേ? അഗസ്ത്യരുടെ വാക്ക് കേട്ട കാകുത്സൻ ഭഗവാനെ, പൂജ്യന്മാരാൽ പൂജാർഹനായ അവിടുത്തെ ന്യായാനുസൃത ഉപചാരത്താൽ ശയന ആസന ഭോജാദികളാൽ ദശരഥ മഹാരാജാവിൻ്റെ അന്തപുരത്തിൽ എന്നതുപോലെ ഞങ്ങളെ സംതൃപ്തരാക്കി. ഏതൊരാളുടെയും ആഗ്രഹ നിവൃത്തി വരുത്തുന്ന ഭഗവാന്റെ ആശ്രമത്തിൽ മറ്റൊന്ന് സംഭവിക്കുകയില്ലല്ലോ. സുഖാസനത്തിൽ സീതാലക്ഷ്മണ സമേതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനോട് ഋഷിസംഘ പരിവൃതനായ അഗസ്ത്യർ തുടർന്നു: നരേന്ദ്രനായ പിതാവിനാൽ നിർദ്ദേശിച്ച വനവാസകാലം ഏറെ പിന്നിട്ടു കഴിഞ്ഞു. പ്രതിജ്ഞാസാഗരത്തെ കടന്ന് ഹേ രാമ, അങ്ങ് മറുകരയിൽ സസുഖം എത്തിച്ചേരും. മഹാരാജാ ദശരഥൻ ധന്യാത്മാവാണ്. യയാതി എന്ന പോലെ സീമന്തപുത്രനായ അങ്ങയാൽ പിതാവ് പ്രതിജ്ഞയെ പൂർണ്ണമാക്കി. ഋഷീന്ദ്രവചനം കേട്ട രഘുരാമൻ കൈകൂപ്പി സന്തുഷ്ടഹൃദയനായി പറഞ്ഞു: ഭഗവാനെ, ഞാൻ ധന്യനായി, അനുഗ്രഹീതനായി. അവിടുത്തെ പോലുള്ള മഹാത്മാക്കൾ സംപ്രീതരായാൽ അതിലധികം മറ്റെന്തൊന്ന് സിദ്ധിക്കാനുണ്ട്? ആ ഭാഗ്യം എനിക്ക് കൈവന്നുവല്ലോ. അയോധ്യാധിപതിയുടെ സത്യത്തെ ഞാൻ കടന്നിട്ടില്ല. സ്വഗുണങ്ങളാൽ പിതാവ് തന്നെയാണ് അക്കരെ എത്തിയത്. സ്വന്തം പുണ്യകർമ്മങ്ങളാൽ മഹാരാജാവ് വാനുരകം പൂകി. ഭഗവാനെ, ഈ പ്രദേശം മുഴുവൻ അത്യുഗ്ര തപപൂർണമായി കാണുന്നു. അനാഥന്മാർക്ക് അഭയകേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ സ്ഥലം. ഈ പുണ്യസമ്പത്ത് എങ്ങനെയുണ്ടായി എന്ന യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹമുണ്ട്. മധുരാക്ഷരങ്ങളോടുകൂടിയ ഈ വാക്കുകൾ കേട്ട ഭഗവാൻ അഗസ്ത്യ ബ്രഹ്മർഷി മന്നവേന്ദ്രകുമാരനോട് പറഞ്ഞു: രഘുവംശ ശ്രേഷ്ഠനായ രാമ, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം, കേൾക്കൂ. മഹാത്മാവായ ദണ്ഡകനാൽ പരിത്യക്തമായ ഭൂതലമാണിത്. ഭാർഗവൻ്റെ ശാപത്താൽ മനുഷ്യമൃഗ വിഹീനമായി തീരുകയും ചെയ്തു. വിന്ധ്യാചലത്തിൻ്റെ തെക്കുഭാഗം 500 യോജനയാണ്. വൃക്ഷങ്ങളും വള്ളിക്കുടിലുകളും ഋഷികളുമില്ലാത്ത ശൂന്യമായി തീർന്നത് അവിടം മാത്രമാണ്. ഉണ്ണി, അതിദാരുണവും ഘോരവുമായ ഈ ശൂന്യാരണ്യത്തിൽ മേഘങ്ങൾ മഴ പൊഴിക്കാറില്ല, മന്ദമാരുതൻ അടിക്കാറില്ല. ക്രൂരന്മാരായ നക്തഞ്ചരന്മാരുടെ വിഹാരരംഗവുമായി തീർന്നു. ഗന്ധർവന്മാർ, ഋഷിസംഘങ്ങൾ, ദേവന്മാർ എന്നിവരാൽ വർജിക്കപ്പെട്ട ഈ ദേശം 1000 വർഷങ്ങളോളം മനുഷ്യപാദപതനം ഏൽക്കാതെ കിടന്നു. ആ കാലഘട്ടത്തിൽ ഈശ്വരേച്ഛ കൊണ്ട് ഞാൻ ഹിമാചല സാനുവിൽ നിന്ന് ഈ ദിക്കിലേക്ക് പോന്നു. ചുട്ടുപഴുത്തു കിടക്കുന്ന ഇവിടത്തിൽ സ്വച്ഛന്തം വർഷിക്കുവാൻ ദേവേന്ദ്രനോട് ഞാൻ പ്രാർത്ഥിച്ചു. അല്പകാലം തുടർന്നുകൊണ്ട് മഴ കിട്ടിയതോടെ ഭൂമി ശീതളമായി തീർന്നു. അരിമർദ്ദകനായ രാമ, അനേക ശതാബ്ദങ്ങളോളം ഇഷ്ടം പോലെ നർത്തനം ആടിയിരുന്ന വ്യാധികളും മൃത്യുഭൂതങ്ങളും തപസിൻ്റെ തേജസ്സിനാൽ അകന്നുപോയി. ഹിമവൽ പാർശ്വത്തിലുള്ള ഉത്തമ വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടാകുവാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. തുടർന്നുകൊണ്ട് നിർമ്മല ജലപ്രവാഹികളായ നദികൾ, വികസിച്ച താമരപ്പൂവുകളോടുകൂടിയ തടാകങ്ങൾ, അതിരമണീയ സരസുകൾ, കുത്തിയൊലിക്കുന്ന നീർച്ചാലുകൾ, സസ്യശ്യാമ സുന്ദരമായ കാനനം, ഇങ്ങനെ ദണ്ഡകാരണ്യം എല്ലാവിധത്തിലും അതിരമ്യമായി തീർന്നു. ഹേ രഘുനന്ദന, എന്നാൽ ശാപമാണ് പിന്നീടുണ്ടായത്. ഉഗ്രകർമ്മനിരതനായ നക്തഞ്ചരന്മാരുടെ ഉപദ്രവം. അങ്ങ് ചിത്രകൂടാചലത്തിൽ വന്നതിനു ശേഷം രാക്ഷസന്മാരുടെ ശല്യം ദണ്ഡകാരണ്യവാസികളെ ഒന്നുകൂടി വിഷമിപ്പിക്കുകയാണ്. ഹേ മാനദ, മഹർഷിമാരുടെ രാക്ഷസഭയം തീർത്ത് സന്തുഷ്ടരാക്കുവാൻ തികച്ചും അർഹത അങ്ങേക്കാണ്. മാത്രമല്ല, ദണ്ഡകാരണ്യവാസികളുടെ രക്ഷയ്ക്കായിട്ടാണ് അങ്ങ് ഇങ്ങോട്ട് എത്തിയതും. 3 ലോകങ്ങളെയും നിഷ്പ്രയാസം രക്ഷിക്കുവാനുള്ള കരുത്ത് അങ്ങേക്കുള്ളപ്പോൾ ഈ രാക്ഷസന്മാർ എത്രമാത്രം നിസാരരാണ്.
അസുരബാധാരൂപമായി ദണ്ഡകാരണ്യത്തിന് വന്നിട്ടുള്ള ശാപത്തെ ഇക്ഷ്വാകു വംശനന്ദനാൽ മാത്രമേ മോചിപ്പിക്കുവാൻ സാധിക്കൂ. ഈ മഹാവനം മുഴുവൻ അങ്ങയുടെ ദർശനത്താൽ ശാപദോഷത്തിൽ നിന്ന് വേർപെട്ടു കഴിയും. അഥവാ ഈ ദോഷത്തിൻ്റെ അന്ത്യമാണ് അങ്ങയുടെ വരവ് കൊണ്ട് ഉണ്ടാകുന്നത്. പരന്തപനായ രാമ, പിതൃപ്രതിജ്ഞാ തരണത്തോടെ ഈ പ്രദേശത്തുള്ള അത്യുഗ്ര ദോഷ നിർമ്മാർജ്ജനവും കൂടി ഉണ്ടാകട്ടെ. ഈ ദേശത്തിൻ്റെ ചരിത്രം അത്യാശ്ചര്യം തന്നെയാണ്. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകേട്ട ഭഗവാൻ വീണ്ടും ഇപ്രകാരം തുടർന്നു. രാമ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ലക്ഷ്മണ, ഞാൻ ഏറ്റവും അധികം സംതൃപ്തനായി. നിങ്ങൾ രണ്ടുപേരും സീതയും ഒന്നിച്ച് എന്നെ ദർശിക്കുവാൻ വന്നുവല്ലോ. ഞാൻ കൃതാർത്ഥനായി. വഴിയാത്ര കൊണ്ട് നിങ്ങൾക്ക് ക്ഷീണവും വാട്ടവും വളരെ കാണുന്നു. ജനക രാജഋഷി സുതയായ സീത വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പൂ പോലെ മൃദുലഗാത്രിയാണ് കുമാരി. ദുഃഖം എന്താണെന്ന് അറിയാതെ വളർന്നു വന്നവൾ ദുസ്സഹമായ വനവാസത്തിന് തയ്യാറായത് ഭർത്താവിലുള്ള അചഞ്ചല സ്നേഹത്താൽ മാത്രം. ഉത്തമോത്തമകളായ മാനിനികൾക്ക് പോലും ദുസ്സാധ്യമായ കർമ്മമാണ് സീത അനുഷ്ഠിക്കുന്നത്. ഘോരാരണ്യത്തിൽ നിഴലെന്ന പോലെ അങ്ങയെ പിന്തുടരുന്ന സീതയ്ക്ക് ആശ്വാസമേകൂ. സുഖജീവിതം നയിക്കുന്നവനിൽ സസ്നേഹം ചൊരിയൽ, ദുഃഖകാലം എത്തിയാൽ നിഷ്കരുണം പരിത്യജിക്കൽ, മിന്നൽ പിണരിൻ്റെ ചാഞ്ചല്യം, ഉഗ്രായുധത്തിൻ്റെ മൂർച്ച, ഗരുഡൻ്റെയും വായുവിൻ്റെയും വേഗം, ഇവയാണ് സ്ത്രീ സൃഷ്ടിയിൽ ആദ്യം മുതൽക്കേ കാണുന്നത്. എന്നാൽ അങ്ങയുടെ പത്നിയായ ഈ സുകുമാരാംഗിയിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളുടെ കണിക പോലുമില്ല. സ്ത്രീ സമുദായത്തിൽ അരുന്ധതി ദേവിയെപ്പോലെ ഒന്ന് തന്നെ എന്നും എണ്ണേണ്ടവളുമാണ്. പരിവൃതാരത്നമായ ജാനകിയുടെ പവിത്രപാദ സ്പർശത്താൽ ഈ സ്ഥലങ്ങൾ പുണ്യഭൂമിയായി മാറുകയുണ്ടായി. ലക്ഷ്മണാന്യുതനായ അങ്ങ് സീതയും ഒത്ത് വസിക്കുന്ന സ്ഥലത്തെപ്പറ്റി എന്തു പറയുവാനാണ്? അഗ്നിയെപ്പോലെ ജാജുല്യമാനനായ മഹർഷീന്ദ്രനെ തൊഴുതുകൊണ്ട് രഘുവരൻ പറഞ്ഞു. പരമാചാര്യനായ അവിടുന്ന് സഹോദരനോടും പത്നിയോടും കൂടി സമീപിച്ച എന്നിൽ ഇത്രയും തെളിഞ്ഞ ഹൃദയത്തോടെ ആശീർവദിച്ചതിനാൽ ഞാൻ ധന്യനായി, കൃതാർത്ഥനായി, അനുഗ്രഹീതനായി. ഭഗവാനെ, ഈ മഹാരണ്യത്തിൽ ആശ്രമം നിർമ്മിച്ച് സസുഖം വസിക്കുവാൻ ഞങ്ങൾക്ക് യോജിക്കുന്നൊരു സ്ഥലം അവിടുന്ന് സദയം അരുളി ചെയ്യണമേ. ധാർമ്മികാഗ്രസരനും അമേയ ബുദ്ധിമാനും അമിത തപസാർജിച്ചവനുമായ അഗസ്ത്യർ അല്പനേരം കണ്ണടച്ച് ചിന്തിച്ചിരുന്നു. ചില കാര്യങ്ങൾ സ്വയം തീർച്ചപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു. ഉണ്ണിരാമ, ഇവിടെ നിന്ന് 2 യോജന ദൂരെ പഞ്ചവടി എന്ന പേരിൽ പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്. ഏറ്റവും ശുഭപ്രദേശമാണത്. നിർമ്മല ജലം, സുമധുരങ്ങളായ കായ്ക്കനികൾ, ശാന്തസ്വഭാവികളായ മൃഗങ്ങൾ എന്നിവ ആ പവിത്ര ഭൂമിയിൽ ആശ്രമം തീർത്ത് സൗമിത്രി സീതാസമേതനായി സസുഖം അങ്ങേക്ക് വസിക്കാം. സത്യപാശബദ്ധനായ ദശരഥ ഭൂപാലൻ കൽപ്പിച്ച കാലത്തിൻ്റെ 3/4 ഭാഗം കടന്നു കഴിഞ്ഞുവല്ലോ. പ്രതിജ്ഞാസാഗരം നിഷ്പ്രയാസം തരണം ചെയ്ത അങ്ങ് അയോധ്യാധിപതിയായി അനേക കാലം വാഴും. അങ്ങയുടെ പിതാവ് ഏറ്റവും ധന്യനാണ്. യയാതിയെപ്പോലെ പിതാവിനെ സീമന്തപുത്രനായ അങ്ങ് കരകയറ്റി. ദശരഥൻ്റെയും അങ്ങയുടെയും എല്ലാ വർത്തമാനങ്ങളും സ്നേഹത്താലും തപശക്തിയാലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാന്റെ മനോവിചാരം കൂടി തപോവീര്യത്താൽ എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. ഇക്ഷ്വാകു വംശദീപമായ രാമ, ഈ ആശ്രമത്തിൽ എന്നോടൊന്നിച്ച് താമസിക്കാം എന്ന് വിചാരിച്ചുവെങ്കിലും പഞ്ചവടിയിൽ തന്നെ അങ്ങ് സീതാസമന്വിതനായി വസിക്കണമെന്ന് നിർദ്ദേശിച്ചത് അതിനാലാണ്. ആ വനസ്ഥലം അതിരമണീയമായതിനാൽ സീതയ്ക്ക് തികച്ചും ആനന്ദമേകും. ആ ശ്രേഷ്ഠ സ്ഥലം ഇവിടെ നിന്ന് അതിവിദൂരത്തിലുമല്ല. അവിടം സീതയ്ക്ക് സംതൃപ്തിയേകും. പുഷ്പങ്ങളും കായ്കളും കിഴങ്ങുകളും കൊണ്ട് പൂർണ്ണം. വിചിത്രങ്ങളായ പക്ഷി സമൂഹങ്ങളാൽ സങ്കുലം, നിർജ്ജനം, അതിരമണീയം, പരമപാവനം, ഇങ്ങനെയുള്ളതാണ് ആ സ്ഥലം. അധർമ്മ കർമ്മം യാതൊന്നും ചെയ്യാത്ത അങ്ങ് അവിടെ എത്തിയാൽ തികച്ചും രക്ഷയായി തീർന്നു. ഘോര വിപത്തുകളിൽ നിന്ന് പോലും രക്ഷയേകുവാനുള്ള കെൽപ്പ് അങ്ങേക്കുണ്ട് എന്ന് എനിക്കറിയാം. പഞ്ചവടിയിൽ താമസിച്ച് സർവ്വതാപസന്മാരെയും പരിപാലിക്കുവാൻ അങ്ങേക്ക് കഴിയും. അതിവീരനായ രാമ, ഇതാ വലിയൊരു ഇരിപ്പക്കാട് കാണുന്നില്ലേ? ഇതിൻ്റെ അപ്പുറത്തു കൂടി പോയാൽ വലിയ ഒരു പേരാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തും. സർവകാലവും പുഷ്പഗണങ്ങളാൽ സമലംകൃതമായ പഞ്ചവടിയിലേക്ക് ആ പേരാലിൻ്റെ സമീപത്തുള്ള സമനിലത്തിൽ കൂടി കയറിയാൽ മതി. ഭഗവാൻ അഗസ്ത്യൻ്റെ സത്യസന്ധമായ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ സന്തുഷ്ടനാക്കി. ലക്ഷ്മണാന്യുതനായ ദേവൻ മാമുനീശ്വരനെ തൊഴുത് നമസ്കരിച്ച് വിടവാങ്ങി. ദശരഥകുമാരന്മാർ സീതയും ഒന്നിച്ച് പഞ്ചവടിയിലേക്ക് യാത്ര തുടർന്നു. അഗസ്ത്യ ബ്രഹ്മഋഷിയാൽ ദത്തമായ ചാപവും തുണീരങ്ങളും അണിഞ്ഞ് യുദ്ധ്യോദ്യുക്തരായ ശ്രീരാമലക്ഷ്മണന്മാർ ആ ഘോരാരണ്യത്തിൽ സുപചരിതരായവരെ പോലെ യാതൊരു തെറ്റും പറ്റാത്ത വിവരിച്ചു കൊടുത്ത മാർഗത്തിൽ കൂടി സസന്തോഷം പഞ്ചവടിയിലേക്ക് പ്രയാണം ആരംഭിച്ചു. ഇരപ്പക്കാടിനപ്പുറത്തുള്ള പേരാൽമര ചുവട്ടിൽ അവരെത്തി. ധന്യരായ ശ്രീരാമലക്ഷ്മണന്മാർ ആ മഹാവൃക്ഷത്തിൽ അതികൂറ്റനായൊരു കഴുകൻ ഇരിക്കുന്നത് കണ്ടു. കാമരൂപികളാണ് രാക്ഷസന്മാർ.
അവരാരെങ്കിലും പക്ഷിരൂപത്തിൽ ഇരിക്കുകയാകുമോ എന്നൊരു സംശയത്തോടെ ചോദിച്ചു. ഖഗരൂപത്തിലുള്ള അങ്ങ് ആരാണ്? ഏറ്റവും സന്തോഷത്തോടെ മധുരവും സൗമ്യമായ വാക്കുകളാണ് ഗൃധ്രരാജാവ് ഉത്തരമായി പറഞ്ഞത്. ഉണ്ണി, അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്താണ് ഞാൻ. പക്ഷിശ്രേഷ്ഠൻ്റെ ഉത്തരം പിതാവിൻ്റെ ചങ്ങാതിയാണെന്നത് ശ്രീരാമചന്ദ്രനെ ജിജ്ഞാസുവാക്കി. അച്ഛനെ എന്ന പോലെ ബഹുമാനത്തോടെ ശ്രദ്ധാപൂർവം വംശവും പേരും ചോദിച്ചു. ദാശരഥിയുടെ വാക്കുകൾ കേട്ട പക്ഷീന്ദ്രൻ കുലനാമങ്ങൾ പറയുവാൻ ജീവോദ്ഭവം മുതൽക്കേ ആരംഭിച്ചു. മഹാഭുജനായ ഉണ്ണി, പ്രജാപതികൾ ആരെല്ലാമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആദ്യം മുതൽക്കേ തന്നെ ഞാൻ പറയാം. രഘുനന്ദന, ആദ്യത്തെ പ്രജാപതിയുടെ പേർ കർദമൻ എന്നാണ്. രണ്ടാമത്തെ വിക്രീതൻ, പിന്നെ ക്രമത്തിൽ ശേഷൻ, സംശ്രയൻ, വിദ്യാശാലിയായ ബഹുപുത്രൻ, സ്ഥാണു, മരീചി, അത്രി, മഹാശക്തനായ ക്രതു, പുലസ്ത്യൻ, അങ്കിരസ്, പ്രചേതസ്, പുലഹൻ, ദക്ഷൻ, വിവാസ്വൻ, അരിഷ്ടനേമി എന്നീ മഹാത്മാക്കൾ ജനിച്ചു. അവസാനത്തെ പ്രജാപതിയാണ് കശ്യപൻ. അതിയശസ്വിയായ ദക്ഷ പ്രജാപതിക്ക് പുകയാർന്ന 60 കന്യകമാർ ഉണ്ടായി എന്നാണ് കേട്ടിട്ടുള്ളത്. അവരിൽ 8 കാമിനി രത്നങ്ങളെ വിവാഹം കഴിച്ചത് കശ്യപ പ്രജാപതിയായിരുന്നു. ആ സുന്ദരി രത്നങ്ങളുടെ പേരുകൾ ക്രമത്തിൽ അതിഥി, ദിതി, ധനു, കാലിക, താമ്ര, ക്രോധവശ, മനു, അനല എന്നിങ്ങനെയാണ്. ഒരു ദിവസവും ഏറ്റവും സന്തുഷ്ടമാനസനായ കശ്യപ പ്രജാപതി പത്നിമാരോട് പറഞ്ഞു, 3 ലോകങ്ങളും ഭരിക്കത്തക്ക പ്രാപ്തിയുള്ളവരും എന്നോട് തുല്യരുമായ പുത്രന്മാരെ പ്രസവിക്കുവിൻ. കശ്യപ പ്രജാപതിയുടെ മാഹാത്മ്യമറിയുന്ന അതിഥി, ദിതി, ധനു, കാലിക എന്നീ തരുണീരത്നങ്ങൾ അതിഭക്തിയോടെയാണ് ഭർത്തൃനിർദ്ദേശം കേട്ടത്. ഹേ രഘുവര, മറ്റുള്ളവർ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെയിരുന്നു. അതിഥി ദേവിക്ക് 33 തനയന്മാർ സംജാതരായി. അവരെല്ലാം അമരശ്രേഷ്ഠന്മാരായി തീർന്നു. 12 അഷ്ടവസുക്കൾ, 11 രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ എന്നിങ്ങനെ ലോകപ്രഖ്യാതി നേടിയ പുത്രന്മാരാണവർ. ദൈത്യന്മാർ എന്ന അനശ്വരനാമമാർന്നവർ ദിതീദേവിക്ക് ഉളവായി. സാഗരവലയിതാവും മഹാരണ്യ ശോഭിതവുമായ ഈ പൃഥ്വിമണ്ഡലം പണ്ട് ദൈത്യർക്കുള്ളതായിരുന്നു. അശ്വഗ്രീവൻ എന്ന് പ്രസിദ്ധി ആർജിച്ചവൻ ധനുവിൻ്റെ സുതനാണ്. കാലികയ്ക്ക് 2 ആത്മജമാർ, നരകൻ, കാലകൻ എന്നു പേരാർന്നവർ ഉണ്ടായി. ക്രൗഞ്ചി, ഭാസി, ശ്വേനി, ധൃതരാഷ്ട്രി, ശൂകി എന്നിങ്ങനെ ജഗത് പ്രഖ്യാതി നേടിയ 5 പുത്രിമാർ താമ്രയ്ക്ക് ജനിച്ചു. ഇതിൽ ക്രൗഞ്ചി മൂങ്ങകളുടെ മാതാവാണ്. ഭാസിയുടെ സന്താനങ്ങളായി കോഴികൾ ഉത്ഭവിച്ചു. പ്രസിദ്ധങ്ങളായ പരുന്തുകളും കഴുകന്മാരും ശ്വേനിയുടെ തനയന്മാരായി. മഹളാരത്നമായ ധൃതരാഷ്ട്രയ്ക്ക് ഹംസങ്ങൾ, കളഹംസങ്ങൾ, ചക്രവാകങ്ങൾ തുടങ്ങിയ സന്താനങ്ങളുണ്ടായി. ജീവികളുടെ വംശപാരമ്പര്യം സശ്രദ്ധം കേൾക്കുന്ന രഘുപുങ്കവ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.